അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 91-ാമത്തെ സൂറയായ സൂറത്ത് ഷംസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് ഷംസിലെ 6 ആയത്തുകളുടെ അർത്ഥവും ആശയവും നാം മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? എന്തൊക്കെയായിരുന്നു? സൂര്യനും ചന്ദ്രനും, പകലും രാത്രിയും, ആകാശവും ഭൂമിയും, ഇവയെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവ പരസ്പര ബന്ധമുള്ളതാണ്, അതേ സമയത്ത് പരസ്പര വിരുദ്ധമായ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇത് പറഞ്ഞിട്ട് അള്ളാഹു താല നമ്മുടെ മനസ്സുമായിട്ട് ഇനി ഇതിനെ കണക്ട് ചെയ്യാൻ പോവാണ്. 7, 8, 9, 10 4 ആയത്തുകളെ ഇതിനോട് കണക്ട് ചെയ്യും. ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനഫ്സിൻ വമാ സവ്വാഹാ فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. അല്ലാഹു തആല ആദ്യം സത്യം ചെയ്ത പോലെ തന്നെ ഇനി നഫ്സിനെ സത്യം ചെയ്യാണ്. വനഫ്സിൻ, ആത്മാവാണ് നഫ്സ്. അതിൻ്റെ ബഹുവചനം നുഫൂസ്, അംഫുസ് എന്നൊക്കെയുണ്ട്. നഫ്സിന് ആത്മാവ് എന്നർത്ഥമുണ്ട്, മനസ്സ് എന്നർത്ഥമുണ്ട്. ഇനി ശരീരം എന്ന അർത്ഥത്തിലും ഖുർആൻ തന്നെ നഫ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പൊതുവെ ആത്മാവ് എന്നാണ് അർത്ഥം പറയാം. വനഫ്സിൻ, ആത്മാവിനെ കൊണ്ടും സത്യം. വമ്മ, ഒരുവനെ കൊണ്ടും. സവ്വ, യുസവ്വി, സവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വാക്കി എന്നാണ് അർത്ഥം. ചൊവ്വാക്കുക എന്ന് പറഞ്ഞാലോ സന്തുലിതമാക്കി, അഥവാ ബാലൻസ്ഡ് ആയിട്ട് സംവിധാനിച്ചു എന്നാണ് ഉദ്ദേശം. സവ്വാഹ, അതിലെ ഹാ ഏതാണ്? നഫ്സ് തന്നെയാണ്. വനഫ്സിൻ, ആത്മാവിനെ കൊണ്ട് സത്യം. വമാ സവ്വാഹ, അതിനെ, ആ ആത്മാവിനെ ബാലൻസ്ഡ് ആയിട്ട് സംവിധാനിച്ചവനെ കൊണ്ടും സത്യം. അവിടെ മാ അള്ളാഹു ആയിരിക്കും അല്ലേ? വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവിനെ കൊണ്ടും അതിനെ സന്തുലിതമായി ബാലൻസ്ഡ് ആയിട്ട് ക്രമീകരിച്ചവനെ കൊണ്ടും സത്യം എന്നാണ്. മനുഷ്യൻ്റെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു തആല നമ്മുടെ മനസ്സിനെ ശരിക്കും ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടാണ് സംവിധാനിച്ചത്. ഏറ്റക്കുറച്ചിലില്ലാത്ത വിധത്തിലാണ്. ശരീരം അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു. ഈ നിലക്കുള്ള ഒരു ബാലൻസിങ് നമുക്കുണ്ട്. അതേപോലെ തന്നെ മനസ്സിനെ കുറിച്ച് പറയില്ല. അയാൾക്ക് ഒരു മിനിറ്റ് കുറവാണെന്നൊക്കെ പറയില്ലേ? ചില ആൾക്കാരിങ്ങനെ ഒരു അസാധാരണമായ രൂപത്തിലൊക്കെ പെരുമാറുമ്പോൾ നമ്മൾ പറയും അല്ലേ? ഇപ്പോൾ മാനസികമായിട്ട് താളം തെറ്റിപ്പോയിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ബാലൻസ്ഡ് അല്ല എന്ന് പറയാം. പക്ഷേ സാധാരണഗതിയിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അവൻ ബാലൻസ്ഡ് ആണ്. അതാണ് സവ്വ. അപ്പോൾ മനസ്സ് അല്ലെങ്കിൽ ആത്മാവ്, അതിനെ ചൊവ്വാക്കിയവൻ. എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചത്? ഫ അൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ. ഫ എന്നിട്ട് അൽഹമ, അവൻ ബോധനം ചെയ്തു എന്നാണ് സാധാരണ പറയാം. അൽഹമ വാക്കിന് ശരിക്കും അർത്ഥം എന്താണെന്നറിയോ? വിഴുങ്ങുക എന്നാണ്. ഒന്നിനെ, ഇപ്പോൾ പെരുമ്പാമ്പ് ഇരയെ വിഴുങ്ങി എന്നൊക്കെ പറയില്ലേ? അങ്ങനെ വിഴുങ്ങുന്നതിനാണ് അൽഹമ ശരിക്കും പറയാം. ഫ അൽഹമ, അവൻ ബോധനം ചെയ്തു എന്ന് പറയാം. നമ്മുടെ ഭാഷയിൽ, പുതിയ ഭാഷയിൽ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് പറയാം. അങ്ങനല്ലേ? ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയും അല്ലേ? അത് ഇൻസ്റ്റാൾ ചെയ്താൽ അതനുസരിച്ചാണ് പിന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. ഫ അൽഹമഹ, അതിൽ അവൻ ബോധനം ചെയ്തിരിക്കുന്നു, നിക്ഷേപിച്ചിരിക്കുന്നു, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ഫുജൂറഹ വ തഖ്വാഹ,
ഫുജൂർ എന്താണ്? ഈവിൾസ്, തിന്മകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? തഖ്വ എന്ന് പറയുമ്പോൾ നന്മകൾ എന്നാണ് ഇവിടെ ഉദ്ദേശം. നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ധർമ്മവും അധർമ്മവും എന്ന് പറയാം. ഫഅൽഹമഹ ഫുജൂറഹ, അതിൻ്റെ തിന്മയെ, വതഖ്വാഹ, അതിൻ്റെ നന്മയെ എന്ന് പറയാം. അപ്പോൾ നല്ലതും ചീത്തയും അള്ളാഹു ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടും അയാൾക്ക് ആവശ്യാനുസരിച്ച് ഉപയോഗപ്പെടുത്താം. നല്ലത് ഉപയോഗിക്കണമെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തിന്മ വേണമെങ്കിൽ അതും സ്വീകരിക്കാം, അല്ലേ? അങ്ങനെയാണ് സംഭവിക്കുക. നമ്മൾ തന്നെ, ഒരാൾ തന്നെ ചിലപ്പോൾ നന്മ ചെയ്യും, ചിലപ്പോൾ തിന്മയും ചെയ്യും. അല്ലെങ്കിൽ ഒരാൾ നന്മ മാത്രം ചെയ്യും, മറ്റൊരാൾ തിന്മ മാത്രം ചെയ്യും. ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യന് അത് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം അള്ളാഹു തന്നെ കൊടുത്തതാണ്. നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ പരിശ്രമങ്ങൾ, അധ്വാനങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ചിലർ നല്ലത് ചെയ്യുന്നു, ചിലർ ചീത്ത ചെയ്യുന്നു. അതേപോലെ അള്ളാഹു പറയാണ് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അങ്ങ് വിട്ടതല്ല അള്ളാഹു. നന്മ വേണോ എങ്കിൽ നിനക്ക് അത് സെലക്ട് ചെയ്യാം, തിന്മ വേണോ അതും സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഫ്രീഡം നൽകിയിരിക്കുക അള്ളാഹു. അത് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ, എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയും. മനസ്സ് പറയുന്നില്ലെങ്കിൽ വേറൊരാളോട് ചോദിച്ചിട്ട് എനിക്ക് അറിയാൻ പറ്റും, അല്ലേ? തെറ്റായ കാര്യം ചെയ്യുമ്പോൾ കുറ്റബോധം ഉണ്ടാവും, നല്ലത് ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവും. എന്താ കാരണം? നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണപ്പോൾ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഇങ്ങനെ അള്ളാഹു നമ്മിൽ ഇങ്ങനെ ഒരു സംഗതി ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയാം, അല്ലേ? നമ്മുടെ മനസ്സിൽ അള്ളാഹു താല ഏത് വേണം, ഏത് സെലക്ട് ചെയ്യണം തീരുമാനിക്കാനുള്ള കഴിവ്, അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖദ് തീർച്ചയായും, അഫ്ലഹ വിജയിച്ചിരിക്കുന്നു, മൻ ഒരാൾ, സക്ക ശുദ്ധീകരിച്ചു, അതിനെ, ആ നഫ്സിനെ ശുദ്ധീകരിച്ചിട്ട് അതിനെപ്പോഴും നല്ല നിലയ്ക്ക് കൊണ്ട് നടക്കുന്ന ആൾ വിജയിക്കും. ഞാൻ നല്ലതേ പറയൂ, നല്ലതേ ചെയ്യുള്ളൂ, മറ്റുള്ളവരോട് നല്ല രൂപത്തിലേ പെരുമാറുള്ളൂ, ഏത് രംഗത്തും ഞാൻ സാമ്പത്തികമായിട്ട് ഇടപാട് നടത്തുമ്പോൾ ഏറ്റവും വിശ്വസ്തമായ രൂപത്തിലേ ചെയ്യുള്ളൂ, സത്യസന്ധമായിട്ടേ ചെയ്യുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരാൾ തീരുമാനിക്കുമ്പോൾ അയാളുടെ മനസ്സിനെ, അയാളുടെ ആത്മാവിനെ എപ്പോഴും ഇങ്ങനെ കഴുകി തുടച്ച് ശുദ്ധീകരിക്കുകയാണ്. നമ്മളെല്ലാ ദിവസവും കുളിക്കുന്നില്ലേ? ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഓരോ ദിവസവും കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഴുക്ക് മുഴുവൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്ന പോലെ മനസ്സിനെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഡ്രസ്സ് എപ്പോഴും നമ്മൾ വാഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇസ്തിരിയൊക്കെ ഇട്ടിട്ട്. ഇതേപോലെ മനസ്സിനെ ശുദ്ധീകരിക്കണം. അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ. അകം ശുദ്ധിയാകുമ്പോൾ അയാളാണ് വിജയിക്കുന്നത് ശരിക്കും. പിന്നെയോ വഖദ് ഖാബ, അതിൻ്റെ മറുവശം. ഖാബ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു എന്നാണ്. വഖദ് തീർച്ചയായും, ഖാബ പരാജയപ്പെട്ടിരിക്കുന്നു, മൻ ആരോ ഒരാൾ, ദസ്സാഹ, ദസ്സ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കംപ്രസ് ചെയ്ത് അമർത്തി വെക്കുക, നല്ലതിന് പുറത്തു വരാൻ അവസരം കൊടുക്കാതെ ഈ തിന്മകൾ മാത്രം പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുക, ദസ്സ. അല്ലെങ്കിൽ തേച്ചു മായ്ച്ച് കളയുക, കാലുകൊണ്ട്, ചെരുപ്പ് കൊണ്ട് നമ്മളിപ്പോൾ ഒരു ഉറുമ്പിനെയൊക്കെ അങ്ങ് തേച്ചു മായ്ച്ച് കളയൂലേ, ചവിട്ടി തേക്കുക എന്ന് പറയും പോലെ നന്മയെ ഇല്ലാതെയാക്കി കളയുന്ന അവസ്ഥയാണ്. വഖദ് ഖാബ പരാജയപ്പെട്ടിരിക്കുന്നു, മൻ ദസ്സാഹ ആത്മാവിനെ അമർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ മറച്ചു വെച്ച് അതിനെ തേച്ചു മായ്ച്ച് അതിൻ്റെ നന്മകൾക്ക് പുറത്തു വരാൻ അവസരം കൊടുക്കാത്ത ആൾ പരാജയപ്പെട്ടിരിക്കുന്നു. സാധാരണ നമ്മൾ വിജയവും പരാജയവും പറയുമ്പോൾ, ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആർക്കാണ് കൂടുതൽ A+ ഉള്ളത്, അല്ലേ? A ഗ്രേഡ് ആർക്കാ കിട്ടിയെന്നൊക്കെ നോക്കും. പക്ഷേ മനസ്സുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ ആരാണ് നല്ലത് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാൾ അവൻ്റെ ടെസ്റ്റിൽ വിജയിക്കുന്നത്. അല്ലാത്ത ആൾക്കാർ പരാജയപ്പെട്ടു. ഇതല്ലേ ശരി? ഇതാണ് ശരി. ഇത് ഒരു മനുഷ്യൻ്റെ അകത്ത് തന്നെ ഈ രണ്ടവസ്ഥ ഉണ്ടാവും. ചിലരോട് നമ്മൾ നല്ലോണം പെരുമാറും, ചിലരോട് മോശമായിട്ട് പെരുമാറും. ചിലപ്പോൾ നല്ല ചിന്തകളായിരിക്കും, ചിലപ്പോൾ മോശം ചിന്തയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നല്ല ചിന്തയെ നിലനിർത്തിയിട്ട് മോശം ചിന്തയെ എപ്പോഴും ഇങ്ങനെ കഴുകി തുടച്ച്
അതിനെ ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കണം. ഇത് ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു തുടക്കത്തിൽ സൂര്യനും ചന്ദ്രനും പകലും രാത്രിയും ആകാശവും ഭൂമിയും ഒക്കെ ആദ്യം സത്യം ചെയ്ത് പറഞ്ഞത്. ഇതേപോലെ നമ്മുടെ മനസ്സും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരസ്പര വിരുദ്ധമായ കോൺട്രാഡിക്ഷൻസ് ഉണ്ടാക്കുന്ന പലതരം ചിന്തകളിലൂടെ കടന്നു പോകുന്നു. അതിലേറ്റവും നല്ലതിനെ നിലനിർത്തണം. നമ്മുടെ വീട്ടിൽ അനിയന്മാരൊക്കെ ഇല്ലേ, അനിയത്തിമാരൊക്കെ, ചെറിയ മക്കൾ, അവർ ചിരിക്കുമ്പോൾ എന്ത് രസമാണല്ലേ. നമ്മളും ചിരിച്ചു പോകും, നമുക്ക് വല്ലാത്ത സന്തോഷമാണ്. കാരണം അത്രയും പ്യുവറായിട്ട് വളരെ നിഷ്കളങ്കമായിട്ടാണ് അവർ ചിരിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്കും ചിരിക്കാൻ പറ്റും. നമ്മൾ നല്ലത് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് അതേ ചിരിക്കാൻ പറ്റും അല്ലേ. അങ്ങനെ ഏറ്റവും വിശുദ്ധമായ മനസ്സും ആത്മാവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, അള്ളാഹുവിൻ്റെ അടുക്കലോളം എത്തിച്ചേരാൻ, അങ്ങനെ വിജയം വരിക്കാൻ പഠിച്ച തമ്പുരാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.